സാർ, ഈ തലോടിക്കൊണ്ട് മറുകൈകൊണ്ട് അടിക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അത്തരത്തിലാണ് ഇപ്പം മുഖ്യമന്ത്രി ഡോക്ടർ ഹാരിസിനോട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നല്ല പ്രഗത്ഭനായ ഡോക്ടറാണ്, നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ, നല്ല അർപ്പണ ബോധമുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഴിമതി തീണ്ടാത്ത ആളാണ്. ഭയങ്കര രീതിയിൽ അങ്ങ് പുകഴ്ത്തിയിട്ട് ഒറ്റ ഒരടി. സംഗതി ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി പറഞ്ഞിരിക്കുന്നു. അതാണ് പ്രശ്നം. ആളുകൾ മരിക്കുന്നതല്ല പ്രശ്നം. അതാണ് മുഖ്യമന്ത്രിയുടെ പ്രയോറിറ്റി. നല്ല പേര് കേൾപ്പിക്കണം, നമ്പർ 1 എന്ന് കേൾപ്പിക്കണം. അതാണ്. ഇപ്പോൾ നോക്കൂ, മണ്ണന്തലയിൽ അംബിക എന്ന് പറയുന്ന സ്ത്രീ അവിടെ ഉപകരണമില്ലാഞ്ഞ് മരിച്ചു. 6 മണിക്കൂർ നേരമാണ് ആഹാരം പോലും കഴിക്കാൻ സമ്മതിക്കാതെ അവരെ പിടിച്ചു വെച്ചത്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം, വാർത്തകളുടെ പ്രളയം വന്നതിന് ശേഷം ആ അമ്മ മരിച്ചു. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രികളിൽ ചികിത്സ നേടാം എന്ന് പറഞ്ഞ് ആ അമ്മയുടെ മകൻ കാണിച്ച ആ ഒരു സതുദ്ദേശം അത് വിഫലമായി. ഡോക്ടർമാർ പറഞ്ഞു, ഇത്രയും ഉപകരണങ്ങൾ എവിടെ ഉള്ളൂ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഉപവാസം അനുഷ്ഠിക്കാൻ പറഞ്ഞു. സർജറിയാണ്. 6 മണിക്കൂറോളം അവർ ആഹാരവും കഴിക്കാതെ വെറുതെ അവിടെ പാഴാക്കി ഈ അമ്മ. സർജറി നടന്നു, അതുമില്ല. അതിൻ്റെ ഫലമായിട്ട് അംബിക എന്ന് പറയുന്ന സ്ത്രീ, നമ്മുടെ തൊട്ടടുത്ത് മണ്ണന്തലയിലെ ആ സ്ത്രീ മരിച്ചു, ആ അമ്മ മരിച്ചു. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ. എനിക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ചിരിയ വന്നി. ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖല. സത്യം പറഞ്ഞ മുഖ്യമന്ത്രി USA-ലല്ലേ പോയി ചികിത്സിച്ചത്. അതെ. ഈ പഴയ ആ പിണറായി വിജയനായിട്ട് തനി നാടൻ അല്ലെങ്കിൽ നല്ല സാധാരണ ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി എന്ന പദവി അങ്ങോട്ട് മാറ്റി വയ്ക്കുക, രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഒരു പദവി മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ പ്രായത്തിലുള്ള നിങ്ങൾ എന്താണ് ആ മെഡിക്കൽ കോളേജിലോ അറ്റ്ലീസ്റ്റ് ജനറൽ ഹോസ്പിറ്റലോ നിങ്ങൾ ഏതെങ്കിലും ഒരു അസുഖത്തിനൊന്ന് പോകും. നോക്കൂ, നമ്മളിപ്പോൾ മുഖ്യമന്ത്രിയുടെ കാലവരിക്കപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ പടത്തലവനായിട്ടുള്ള നമ്മളെല്ലാം ആദരിക്കുന്ന, നമ്മളെക്കാലവും ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന VS അച്യുതാനന്ദൻ എവിടെയാണ് പോയത്? നിങ്ങളുടെ മെഡിക്കൽ കോളേജുകളെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകളെന്ന് വീണ ജോർജും പിണറായി വിജയനും എല്ലാം മത്സരിച്ച് പറയുമ്പോഴും നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ശ്രീ ഉത്തരം തിരുനാൾ മെഡിക്കൽ കോളേജ് ഈ പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മികച്ച ആരോഗ്യ മേഖല മെഡിക്കൽ കോളേജാണ്, നമ്മുടെ ആരോഗ്യ മേഖലയാണ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നേതാവ് മെഡിക്കൽ കോളേജിലോ ജനറൽ ഹോസ്പിറ്റലോ പോയാലേ അവരുടെ മക്കളോ അവരുടെ ഭർത്താവോ ഭാര്യയോ ഒക്കെ പോയ ഒരു ചരിത്രമുണ്ടോ? ഇവര് വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കും, അതല്ലെങ്കിൽ അവർ വിദേശത്തേക്ക് പോകും എന്നിട്ടാണ് പറയുന്നത്. അത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. EK നായനാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ മാത്രമേ അദ്ദേഹം പുറത്തോട്ട് പോയുള്ളൂ. അവിടുന്ന് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ മാത്രം ആണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വയലാർ രാമവർമ്മ അവസാന കാലം കിടന്നത് ഇതേ ഹോസ്പിറ്റലിലാണ്. മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് കാവ്യങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങൾ ഒക്കെ സൃഷ്ടിച്ച ആ മനുഷ്യൻ അവസാന കാലത്ത് ചികിത്സ തേടിയത് മെഡിക്കൽ കോളേജിലാണ്. CPI-ക്കാർ ഇപ്പോഴും പറയുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടാഞ്ഞതുകൊണ്ടാണ് ചോര ഛർദ്ദിച്ച് അദ്ദേഹം മരിച്ചതെന്ന്. അപ്പോൾ അന്നേ ഉണ്ട് ഈ അശ്രദ്ധയുടെ നമ്പുകൾ അവിടെ നേരത്തെ ഉണ്ട്. പിന്നെ നമ്പർ 1 എന്ന് പറയുന്നതിൽ ഒരു വലിയ പാകപ്പിഴയുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നമ്പർ 1 ആയിരുന്നു രാജഭരണകാലത്ത് പോലും അങ്ങനെയായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മുടെ ശിശു മരണനിരക്ക് വളരെ കുറവായിരുന്നു. പ്രസവിക്കുന്ന സ്ത്രീകളുടെ മരണം ഏറ്റവും കുറവായിരുന്നു. അപ്പോൾ അത് മാത്രം നമ്മൾ ആ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. അന്നും നമ്മൾ നമ്പർ 1 ആയിരുന്നു രാജഭരണകാലത്ത്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ നേട്ടമല്ല. അതേസമയം ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ അന്ന് 80-ാം സ്ഥാനത്തായിരുന്നു, ഏറ്റവും പിന്നിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ബീഹാർ വന്നിട്ട് 40-ാം സ്ഥാനത്തേക്ക് മാറ്റി. 40-ാം സ്ഥാനത്താണ് അവരുടെ മെഡിക്കൽ കോളേജുകൾ ആൾ ഇന്ത്യ ലെവലിൽ വരുമ്പോൾ. അതുപോലെ തന്നെ രഞ്ജിനി ഒരു കാര്യം കൂടി ഓർക്കണം. കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ബജറ്റിൽ പറഞ്ഞതാണ് നമുക്ക് ഒരു ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അലോട്ട് ചെയ്തതാണ്. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ്റിന് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അതിൽ വലിയ ഇച്ഛാശക്തി കാണിച്ചില്ല. അല്ല, ഇപ്പോഴും പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ പല ടെസ്റ്റുകൾക്കും വൈറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ പുറത്തേക്കാണ് അയക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല, ഡൽഹി പോലുള്ള പല സംസ്ഥാനങ്ങളിലേക്കാണ് അയക്കുന്നത്. പലരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. ഇപ്പം ഇത് രഹസ്യമായിട്ടിരുന്ന കാര്യങ്ങൾ ഈ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ ഡോക്ടറുടെ ഗുണം കൊണ്ട് ലോകം പറഞ്ഞു തുടങ്ങി.
അവിടെ ചെല്ലുമ്പം ഞങ്ങളുടെ അവിടെ ഇത്രയും ഉപകരണങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ ഉപകരണങ്ങൾ വാങ്ങിക്കണം. എത്രയാണ്? ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഉപകരണങ്ങളുടെ പേരെഴുതി കൊടുക്കുക, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കണം. വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നാൽ ഞങ്ങളിത് ചെയ്തു തരാം. മാത്രമല്ല അവിടുത്തെ ഡെന്റൽ കെയറിങ് വളരെ നല്ല മികച്ച ഒരു നിലവാരം മെഡിക്കൽ തിരുവനന്തപുരം ഡെന്റൽ കെയർ. പക്ഷേ ഞാൻ അവിടെ പോയിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ ഈ പറഞ്ഞോണം ഇന്നിപ്പോൾ ഒരു ജൂനിയർ ഡോക്ടേഴ്സ് ആയിരിക്കും നോക്കുക, ഇന്ന് നോക്കും, നാളെ അടുത്ത ആഴ്ച കിട്ടൂല. പിന്നെ പല്ലിൻ്റെയൊക്കെ നിര നിവർത്താനാണെന്നുണ്ടെങ്കിൽ അതൊരു ആർട്ടാണല്ലോ. നിര മര്യാദയ്ക്ക് നിവർത്തണമെങ്കിൽ ഒരു ഡോക്ടറുടെ കൈകൾ തന്നെ വേണം. ഇതിപ്പോൾ ഒരാൾ തിരിച്ച് വെക്കും, മറ്റേ വലിച്ചു വെക്കും. അവസാനം പല്ല് ഏത് രീതിയിലാവുമെന്ന് ചോദിച്ചാൽ വരുമ്പോൾ 1.5 വർഷം കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് തോന്നി ഒരുപാട് ഉപകരണങ്ങൾ അവിടെ ഈ പറഞ്ഞോണം ഈ ഡെന്റൽ മറ്റേ ബെഡൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഇങ്ങനെ കിടന്ന് അവർ ചികിത്സിക്കുന്ന മറ്റേ ഫുൾ ഇത് എക്യുപ്ഡ് ആയിട്ടുള്ള, പക്ഷെ എല്ലാം നിലവാരം കുറഞ്ഞ സംഗതികളാണ് അവിടെ എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാം നിലവാരം കുറഞ്ഞത്. കാരണം ബാത്റൂമിൽ പോയിട്ടുണ്ടോ? അതെ അതെ. ഇത് സംഗതി എന്താണെന്നോ സാർ, ഇവര് ഈ ചില കോൺട്രാക്ടർമാർക്ക് കൊടുക്കും, ഇവരെടുക്കുമല്ലോ, കൊട്ടേഷൻ എടുക്കുമല്ലോ, കൊട്ടേഷൻ എടുത്ത് കോൺട്രാക്ടർമാർക്ക് കൊടുത്തിട്ട് ഇവർ ഇതിൽ നിന്ന് മുക്കാൻ വേണ്ടിയിട്ട് ഈ നിലവാരം കുറഞ്ഞ വില കുറഞ്ഞ സാമഗ്രികൾ ഇവർ ഉപകരണങ്ങൾ ഉൾപ്പെടെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു അല്ലാതൊരു ഡെന്റൽ ക്ലിനിക്ക്, പ്രൈവറ്റ് ഡെന്റൽ ക്ലിനിക്ക് പോയാൽ അവർ വർഷങ്ങളാണ് ആ ഒരു ഉപകരണം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഒരിക്കൽ ചെന്ന് ഒരു 6 മാസം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇല്ല, പിന്നെ അടുത്ത സംഗതിയാണ് ഇടുന്നത്. കാരണം അതിന് സൂക്ഷ്മതയോടെ നോക്കാനോ അല്ലെങ്കിൽ അതിലെ നല്ല സാധനങ്ങൾ ഫുൾ ഇതായിട്ടുള്ള സാധനങ്ങൾ അവർ വാങ്ങിക്കാനോ അവർ ശ്രമിക്കുന്നില്ല. കാരണം അതിൽ മുക്കലാണ്, ഈ കൊള്ളയടിപ്പാണ്. അത് എനിക്ക് തോന്നിയത് അതാണ്. കാരണം അത്തരത്തിൽ നല്ല ഉപകരണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെന്റൽ ക്ലിനിക്കിൽ തന്നെ എന്തോരം ആൾക്കാരാണ് അവിടെ എത്തുന്നത്, നല്ല ഡോക്ടേഴ്സും. ഇനി ജൂനിയേഴ്സ് പരിശോധിച്ചാൽ തന്നെ സീനിയറിന്റെ ഒരു മേൽനോട്ടം ഉണ്ടായാൽ മതി. പക്ഷെ ഇത്തരത്തില് നിരവധി ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു മെഡിക്കൽ കോളേജ്, ഞാനിപ്പോൾ ഡെന്റൽ വിഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ മറ്റുള്ളിടത്ത് ഇപ്പോൾ MRI ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സ്കാനിങ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്രയോ വർഷങ്ങളാണ് ഒരു സ്കാനിങ് മെഷീനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു വർഷം കഴിയുമ്പോൾ കേടുപാടുകൾ ഉണ്ടാകുന്നു, എക്സ്റേക്ക് കേടുപാടുകളുണ്ട്. കാരണം എന്താണ്? നല്ലതല്ല അവർ വാങ്ങിയിടുന്നത്. കാരണം ഈ പറഞ്ഞോണം ചില കമ്പനി ആൾക്കാരുമായിട്ടുള്ള ടൈപ്പിന്റെ ഫലമായിട്ട് ഈ പറഞ്ഞതുപോലെ എന്താണ് വില കുറഞ്ഞ അല്ലെങ്കിൽ അവർക്ക് 10 പൈസ കിട്ടത്തക്ക രീതിയിലുള്ളത് വാങ്ങിയിടുമ്പോൾ അവിടെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പല പല കാര്യങ്ങൾ എക്യുപ്മെന്റ്സിന്റെയും കാര്യം ഞാൻ നോക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ബെഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മാട്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വീൽ ചെയർ ഒറ്റെണ്ണം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഇത്തരത്തില് അവിടെ വല്ലാത്തൊരു അഴിമതി അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ സിസ്റ്റം ശരിയല്ല, സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന്. സിസ്റ്റം ശരിയല്ല. ഈ സിസ്റ്റം ആരുണ്ടാക്കുന്നത്? ആരോഗ്യവകുപ്പ് ഉണ്ടാക്കുന്നത്. അവരുടെ സിസ്റ്റം അവരല്ലേ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഹാരിസിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ മുഖ്യമന്ത്രി വരാൻ എന്ത് നമ്പർ 1 ആരോഗ്യ കേരളം. എനിക്ക് ചിരിയാണ് വന്നത്. അദ്ദേഹം ഒരു തവണയൊന്ന് പോട്ടെ. അദ്ദേഹം ഒരു സാധാരണ പണ്ട് മറ്റേ രാമൻ ചെയ്തതുപോലെ സീത എന്തെങ്കിലും തനിക്കെതിരെ ആൾക്കാർ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു തവണയെങ്കിലും മുഖ്യമന്ത്രി ആ മെഡിക്കൽ കോളേജിൽ ഒന്ന് കയറട്ടെ. അല്ലെ വീണ ജോർജ് ഒരു തവണയെങ്കിലും അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് സാധാരണ മനുഷ്യനെ പോലെ ഒന്ന് പോട്ടെ, പോയി മനസ്സിലാക്കിയതിനു ശേഷം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പറയട്ടെ. അല്ലാതെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റ് ആരോഗ്യ വകുപ്പും പറയുന്നതനുസരിച്ച് ഇങ്ങനെ അതെടുത്ത് വായിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ വായിക്കുന്നതല്ല ചെയ്യേണ്ടുന്നത്. അത് തന്നെയാണ് കാര്യം. മാധ്യമങ്ങളുടെ മുമ്പിൽ വായിക്കുക എന്ന് പറയുന്ന PR വർക്ക്. ആ PR വർക്കുകൾ കൊണ്ട് പ്രൈവറ്റ് ഏജൻസിയെ കൂടി വെച്ചുകൊണ്ട് അദ്ദേഹം ഉയർത്തിയ ഗോപുരങ്ങൾ തറയിൽ വീണ് കിടക്കുന്നു. ഫിറോസ് ചിറക്കലിൻ്റെ ഈ വെളിപ്പെടുത്തൽ കൊണ്ട്, ഹാരിസ് ചിറക്കലിൻ്റെ ഈ വെളിപ്പെടുത്തൽ കൊണ്ട് അവിടെയാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നത്. അപ്പോൾ ഈ പറഞ്ഞ കപട കഥകൾ കൊണ്ടൊരു ഗോപുരം സൃഷ്ടിച്ച് ആ ഗോപുരം തകർന്ന് മണ്ണടിഞ്ഞ് കിടക്കുന്നു. ഇദ്ദേഹം സത്യസന്ധനായിട്ടുള്ള, ആത്മാർത്ഥതയുള്ള, വിശുദ്ധനായിട്ടുള്ള. ഹാരിസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു രോഗി അല്ലെ ഒരു മനുഷ്യൻ സൂയിസൈഡിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഞാനൊരു ഡോക്ടർ എന്നുള്ള രീതി പറയുന്നത് അദ്ദേഹത്തിന് വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഞാൻ എൻ്റെ പ്രൊഫഷൻ സൂയിസൈഡ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രസ്താവന വന്നത്. കാരണം ഇനി അദ്ദേഹത്തിന് മാർഗമില്ല. എന്നെ നോട്ടം ഇട്ടിട്ടുണ്ട്, എനിക്കിനി ജോലി തുടരാൻ പറ്റുമെന്ന് പോലും അറിയില്ല. പക്ഷെ എൻ്റെ പ്രൊഫഷൻ, എൻ്റെ കരിയർ ഞാനിവിടെ ആത്മഹത്യാപരമായിട്ട് അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ പറഞ്ഞത്. 100% ശരി. അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്ത് പുരസ്കരിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ
മധ്യത്തിൽ വെച്ച് പൊതുമണ്ഡലത്തിൽ അദ്ദേഹം അപമാനിക്കുക. അദ്ദേഹം ഒന്നും പറയുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള ഡോക്ടർമാരാണ് ഈ സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തെ നേർവഴിക്ക് നയിക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ളവർ. വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയെ നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ ഈ വെടിപാടുകളാണ് നമ്മുടെ ആരോഗ്യത്തിൽ നിന്ന് വരേണ്ടത്. പിന്നെ 2 കാര്യങ്ങൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു രഞ്ജിനി. ഒന്ന്, ഉപകരണങ്ങൾ പെട്ടെന്ന് കേടായി പോകുന്നു. അത് കേടായി പോകുന്നതിന് കാര്യം അവ മോശമായിക്കൊള്ളണമെന്നില്ല, മറിച്ച് അതിൻ്റെ മെയിൻ്റനൻസ് 0 ആണ്. ഇപ്പോൾ നോക്കൂ, ആനയെ വാങ്ങിച്ചു വയ്ക്കും, പക്ഷേ തോട്ടി ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാർ തന്നെ വെളിപ്പെടുത്തിയതാണ്. അതായത് ഇത് ചില ഉപകരണങ്ങൾ കേടാകുമ്പോൾ അതിന് പകരം വയ്ക്കാൻ സാധനങ്ങൾ വേണ്ടേ, അത് വാങ്ങിക്കാൻ പണം കിട്ടില്ല. കൊടുത്തു, യന്ത്രത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ തരില്ല എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണ് ഉപകരണങ്ങൾ കേടായി പോകുന്നത്. പിന്നെ നമുക്ക് ഞാൻ വിദേശത്തു നിന്ന് വന്ന ഒരു സംഘം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സംവാദം പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടുവന്നിരുത്തി. അവരിവിടെ മെഡിക്കൽ രംഗത്തെക്കുറിച്ചാണ് ഗവേഷണം നടത്തി. എവിടുത്തെ? കേരളത്തിൽ. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഇമ്പ്രഷൻ എന്താണ്? ഹൈജീൻ ഈസ് വേഴ്സ്റ്റ്. ശുചി എന്ന് പറയുന്ന ഒട്ടുമില്ലാത്ത, അവർ കണ്ടിട്ട് അമ്പരത്ത് പോയി എന്നാണ് പറഞ്ഞത്. ഛർദ്ദിക്കാൻ തോന്നിയെന്നാണ് പറയുന്നത്. ലണ്ടനിൽ നിന്ന് വന്നവർ തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണ്. നോക്കൂ, ബാത്റൂമിലൊന്ന് പോയി കഴിഞ്ഞാൽ പോകാൻ തോന്നുകയില്ല. അതുപോലെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട സ്ഥലമെന്ന് പറയുന്നത് ബാത്റൂമാണ്, വാഷ്റൂം എന്ന് പറയുന്നത്. അവിടെ അങ്ങോട്ട് മനുഷ്യന് പോകാനേ പറ്റില്ല. വലിയ ആൾക്കാരൊന്നും മന്ത്രിമാരും ഒന്നും അങ്ങോട്ട് പോകുന്നില്ല. അവർക്ക് അതിൻ്റെ ദുരവസ്ഥയൊന്നും അറിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് നോക്കൂ, ഇതെല്ലാം കഴിഞ്ഞിട്ട്, കഥയെല്ലാം കഴിഞ്ഞിട്ട് റേഡിയോഗ്രാഫർമാരില്ലാത്തത് കൊണ്ട് റേഡിയോളജി വിഭാഗം മുടങ്ങിയിരിക്കുക. ക്യാൻസർ ചികിത്സയ്ക്ക് പോലും വേണ്ടതാണ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്, അതും മുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ഭീകരമായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള, അടിസ്ഥാനപരമായിട്ടുള്ള വീഴ്ചകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ കുറേ ബ്യൂറോക്രസിയാൽ ഭരിക്കപ്പെടേണ്ട ഒന്നല്ല ഇത്, മറിച്ച് ഇത് നമ്മുടെ ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അതുപോലെ RCC പോലെ ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനായെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ പോകൂ. അതുപോലെ ഇതൊരു റെഫറൽ ആശുപത്രി ആവണം. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ആൾക്കാരവിടെ ചെന്നു കഴിഞ്ഞാൽ ആ ബാഹുല്യം താങ്ങാനുള്ള കരുത്ത് അവിടെ ഇല്ല. പിന്നെ ആവശ്യത്തിന് ഈ സ്റ്റാഫിനെ നിയമിക്കണം, ടെക്നീഷ്യൻസിനായി നിയമിക്കണം, സെക്യൂരിറ്റിയെ നിയമിക്കണം, ശുചീകരണ തൊഴിലാളികളെ നിയമിക്കണം. ഈ ആശാ വർക്കർമാരെ തന്നെ നിയമിക്കാമല്ലോ ഈ ശുചീകരണത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർ നല്ല ശമ്പളം കൊടുത്ത് തൊഴിലാളികളാക്കിക്കൂടെ? എന്തെല്ലാം ആൾട്ടർനേറ്റീവ്സ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുണ്ട് വലിയ ചിലവില്ലാത്ത രീതിയിൽ. അതൊന്നും ചെയ്യാതെ ആശാ വർക്കർമാരെ നിരാശരാക്കിക്കൊണ്ട് നടപ്പാക്കുന്ന ആരോഗ്യ നയത്തിൻ്റെ, അതുപോലെ രഞ്ജിനി ഒരു ആരോഗ്യ നയമുണ്ട്. ഡോക്ടർ B. ഇക്ബാൽ എന്ന് പറയുന്ന ആരോഗ്യരംഗത്തെ ഏറ്റവും വിദഗ്ധനായിട്ട് ആൾ തയ്യാറാക്കിയ ആരോഗ്യ നയമുണ്ട്. അലമാരി പൂട്ടി വെച്ചിരിക്കുക. അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ആരോഗ്യരംഗത്തിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പ് ഡയറക്ടറായിരിക്കണം. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡയറക്ടർ. ഇപ്പോൾ ഒരു സ്ഥാനവും ഇല്ല. പേരറിയുമോ ആരാ ഇപ്പോഴത്തെ ആരോഗ്യ ഡയറക്ടർ? അത് വീണ ജോർജ് അല്ല ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടിയിരുന്നത്, അദ്ദേഹമാണ്. അക്കൗണ്ടബിലിറ്റി അദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട്. കാരണം കാര്യമറിഞ്ഞ് അദ്ദേഹം പ്രവർത്തിക്കുമായിരുന്നു. അതല്ല ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഹാരിസ് ചിറക്കലിനെ പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വലിയ നിരാശയും അതുപോലെ തന്നെ ഖേദവും ഇങ്ങനെ പറയേണ്ടി വന്നത് നിവർത്തികൾ കൊണ്ടാണ്. മുഖ്യമന്ത്രി അത് മനസ്സിലാക്കാതെ TP ചന്ദ്രശേഖരനെ കുലദ്രോഹി എന്ന് പറഞ്ഞതുപോലെ ഹാരിസ് ചിറക്കലിനെ മോശമായി ചിത്രീകരിക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയ ജനദ്രോഹം.